Hello. Welcome to Market Discussion of the Day. Today, January 17, 2025. ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയ റിമൈൻഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത ബാച്ച് അടുത്ത തിങ്കളാഴ്ച, അടുത്ത മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. രണ്ട് ബാച്ചായിട്ട് രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് രണ്ട് ബാച്ചായിട്ടായിരിക്കും നമ്മളുടെ പുതിയ ഫ്രീ ഫോറെക്സ് ട്രേഡിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ക്ലാസ്സിന് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽസ്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫണ്ടമെൻ്റലും ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, പക്ഷേ നമ്മൾ തിങ്കളാഴ്ച എന്ന് പറയുന്നൊരു ദിവസം ഭയങ്കര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ്. കാരണം പുതിയ US പ്രസിഡൻറ്റ് ഒഫീഷ്യലി US പ്രസിഡൻ്റ് ആവുന്ന ദിവസമാണ് തിങ്കളാഴ്ച. അപ്പം അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ഒരുപാട് സ്പീച്ചസും ഒരുപാട് പുതിയ നയങ്ങളും ബാക്കിയുള്ള രാജ്യങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് പുള്ളിയുടെ സമീപനം എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ. അത് ബേസിക്കലി ജസ്റ്റ് ഒരു സമീപനം മാത്രമല്ല, അത് എക്കണോമിക്കൽ പരമായിട്ടും ഓരോരോ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്താൻ പോകുന്ന താരിഫിനെ കുറിച്ചാണെങ്കിലും പിന്നീട് വാറിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ വാറ് സീസ് ഫയർ ആയി എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഒഫീഷ്യലി അത് മിക്കവാറും അടുത്ത ആഴ്ചയെ അത് വരത്തുള്ളൂ. ഓക്കെ, സോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് ഞാൻ ഒരു കാരണവശാലും ഇന്നത്തെ ദിവസം ഒരു ഓപ്പൺ പൊസിഷൻ മാർക്കറ്റിൽ ഇട്ടിട്ട് ഇറങ്ങണം എന്ന് ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ പൊസിഷൻസും ക്ലോസ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഹെഡ്ജെങ്കിലും ചെയ്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കും ഒരു ബെറ്റർ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അടുത്ത ആഴ്ചത്തെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ കലണ്ടർ ബേസ് ചെയ്തിട്ട് പ്രത്യേകിച്ചൊരു ഭയങ്കരമായ ന്യൂസുകളൊന്നും അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ USD JPYയിലോട്ട് വരുമ്പോൾ USD JPY വന്നിട്ട് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 155.482 അപ്പോൾ നമ്മളുടെ റേഞ്ച് ബ്രേക്കായി. JPYയുടെ റേഞ്ച് ബ്രേക്കായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 156 to 158 കളിച്ചുകൊണ്ടിരുന്നതാണ് JPY. അപ്പം JPY ഇനി നമുക്ക് 156 എന്ന് പറയുന്നതൊരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ടും 158 എന്ന് പറയുന്നത് ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യും എന്നുള്ളതാണ് ഇനിയുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, താഴോട്ട് പോയി കഴിഞ്ഞാൽ 154 ഒരു മൈനർ സപ്പോർട്ടായിട്ടും 152 ഒരു മേജർ സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്ന് എല്ലാ ക്യാൻഡിൽസും 156 താഴെയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് 156 കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് ഓപ്പണിങ്സിനും 1 അവർ ക്യാൻഡിൽ മുകളിലോട്ട് അല്ലെങ്കിൽ 156 മുകളിൽ കടന്നില്ല എങ്കിൽ 156 നിന്ന് നമുക്കൊരു സെല്ല് ചെയ്യുന്നത് തെറ്റില്ലാത്ത കാര്യമാണ്. പ്രോഫിറ്റ് വന്നിട്ട് നമുക്ക് 154 വരെ നമുക്ക് പ്രോഫിറ്റ് വെക്കുകയും ചെയ്യാം. ഓക്കെ, സോ 156 വെച്ച് നമ്മൾ സെല്ലെടുത്ത് കഴിഞ്ഞാൽ 156.60 മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 156.60 ഇവിടെ ആയിട്ട് വരും. കുറച്ച് വലിയ സ്റ്റോപ്പ് ലോസ് ആണ്. ഓക്കെ, ടൈറ്റായിട്ട് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് 156.40 മുകളിൽ വെച്ചാലും തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് JPYയിൽ പറയാനുള്ളത്. യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ആ ഒരു സോണിൽ തന്നെ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഒരു ബെറ്റർ ബൈ എന്ന് പറയുന്നത് ഇപ്പോൾ 1.02881 നിൽക്കുന്നത് അല്ലേ. 1.0200 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ നമുക്ക് മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ധൈര്യമായിട്ട് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. GBP സ്റ്റോപ്പ് ലോസ് ഇടണം 1.0160 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. കാരണം വേറെ ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം, പക്ഷേ തിങ്കളാഴ്ചത്തെ ഇമ്പോർട്ടൻസ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പം
സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ നേരെ ജി ബി പിയിലോട്ട് വരുമ്പം ജി ബി പിയും 1.2179 ആ റേഞ്ചിൽ നിൽക്കുകയാണ്. നമുക്ക് 1.2100 എന്ന് പറയുന്ന റേഞ്ചിൽ നമുക്ക് കിട്ടിയാൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് 1.2070 താഴെയായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം എന്നുള്ളതാണ് ജി ബി പിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മൾ നമ്മുടെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് നമ്മൾ കണ്ടു ഇന്നലെ 2700 ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയി 2723 എന്ന് പറയുന്ന പ്രൈസിൽ നിൽക്കുകയാണ്. ഓക്കെ, സോ എന്തായാലും മാർക്കറ്റ് 2730 വരെ ഉറപ്പായിട്ടും പോകും. 30 റെസിസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 30 ഉറപ്പായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും കേട്ടോ. കഴിഞ്ഞ വട്ടമൊക്കെ നമുക്ക് മാർക്കറ്റ് അവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 30 റെസിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2710 നിൽക്കുകയാണ്. 2730 റെസിസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 2780 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈയിലോട്ട് ഉറപ്പായിട്ടും പോകും. ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യാം, ബ്രേക്ക് ചെയ്യാതിരിക്കാം, അതെല്ലാം മാർക്കറ്റിൻ്റെ ഇഷ്ടമാണ് അല്ലേ. അപ്പം നമുക്കറിയില്ല അതിനെപ്പറ്റി. അപ്പം നമുക്ക് ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റി ഒരു കാരണവശാലും സെൽ സൈഡിൽ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഉറപ്പായിട്ടും സീസ് ഫയറിൻ്റെ അനൗൺസ്മെൻ്റ് അടുത്ത ആഴ്ച ഉണ്ടാവും. ഓക്കെ, അത് മാത്രമാണ് നമുക്ക് സെൽ സൈഡിൽ നിൽക്കാനുള്ളൊരു പോസിബിൾ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഒരു കാരണവശാലും സീസ് ഫയറിൻ്റെ ന്യൂസും നമ്മൾ ഗോൾഡിൻ്റെ ട്രേഡുമായിട്ട് കൺസിഡർ ചെയ്യണ്ട ഇപ്പം തൽക്കാലം. ഓക്കെ, സോ അടുത്ത ആഴ്ച സീസ് ഫയറിൻ്റെ ന്യൂസ് വരുമ്പോൾ വരട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അപ്പം നമുക്ക് ഇനിയും 2700 അടുത്ത് വെച്ച് നമുക്ക് മാർക്കറ്റിനെ കിട്ടിയാൽ 2700 അടുത്ത് വെച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. 2692 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് കുറച്ചുകൂടെ സേഫായിട്ട് 2689 താഴെയായിട്ട് ഓക്കെ ഒരു 88 റേഞ്ചിലൊക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ കുറച്ചുകൂടെ ഒരു സേഫ് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും അത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഗോൾഡിൽ പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഞാൻ അതാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് 2715 ഒരു മൈനർ റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ അവിടെ നിന്നും ഞാൻ ഒരു കാരണവശാലും ബൈ ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യത്തില്ല അവിടെ. കാരണം എന്താ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ മോശമാണ്. കാരണം എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് അൺസർട്ടൺ സിറ്റുവേഷൻസ് നടക്കുന്നത് കൊണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഒരിക്കലും ബൈ ചെയ്യാം. 2700 അടുത്ത് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ബൈ ചെയ്തോളാനേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ച ഡൊണാൾഡ് ട്രംപ് വരികയാണ്. അപ്പം അത് കൺസിഡർ ചെയ്ത് മാത്രം ഒരു ട്രേഡ് എടുക്കുക. ഒരു കാരണവശാലും നമ്മളുടെ 10% കൂടുതലായിട്ടുള്ള ഇക്വിറ്റി എന്താ പറയുക കൂടുതൽ ട്രേഡ് നമ്മുടെ ക്യാപിറ്റലിലെ 10% മാത്രമേ നമ്മളുടെ ട്രേഡിലോട്ട് ഇടാവുള്ളൂ. സ്റ്റോപ്പ് ലോസ് ഇടുക പ്രോപ്പറായിട്ട്. ഓക്കെ, ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് നമുക്കൊരു ലോങ്ങർ ടേമിലൊരു നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാൻ പറ്റും. ഓക്കെ എന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് അടുത്ത 2 ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. റിസ്കുകൾ എടുക്കാതിരിക്കുക എന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഞായറാഴ്ച കാണാം. കാരണം ഞായറാഴ്ച എന്തെങ്കിലും വേൾഡിൽ എന്തെങ്കിലും ഒരു ന്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ മാർക്കറ്റ് ഡിസ്കഷൻ ഞായറാഴ്ച നമുക്ക് ഇരിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച കാണാമെന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളുടെ പുതിയ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് തിങ്കളാഴ്ച മൺഡേ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വീണ്ടും ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കോർഡിനേറ്റ് ചെയ്യും എന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.